നിങ്ങൾ പലപ്പോഴും ഞാൻ ബോധത്തിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടോ? ചുരുങ്ങി നിൽക്കുന്നതിന് എതിർപക്ഷമാണ് മഹിമ എന്ന അഷ്ടസിദ്ധി. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? മഹിമ എക്സ്പാൻഡിങ് ബിയോണ്ട് ദ സെൽഫ് ഇൻ ടു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. എന്താണ് മഹിമ? അഷ്ടസിദ്ധികൾ എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ മഹിമ എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നത്. എന്താണ് മഹിമ എന്ന സിദ്ധി? മനുഷ്യൻ എന്തുകൊണ്ടാണ് ചെറിയ ബോധത്തിൽ കുടുങ്ങിപ്പോകുന്നത്? മഹിമ വളർത്താൻ എന്തെല്ലാം പരിശീലനങ്ങൾ ആവശ്യമാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. അഷ്ടസിദ്ധികൾ ഭാരതത്തിൽ വളരെയേറെ പ്രചാരമുള്ള അഷ്ടസിദ്ധികൾ എന്നുള്ള ആശയത്തെ പരമ്പരയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. എന്താണ് അഷ്ടസിദ്ധികൾ എന്നുള്ളത് നമ്മൾ നോക്കി. അതിൽ ആദ്യത്തെ സിദ്ധിയായിട്ട് പറയപ്പെടുന്ന അണിമ, അഹത്തെ വെടിഞ്ഞ് ഏറ്റവും ചെറുതായിരിക്കുന്ന ഒരവസ്ഥയാണ്, അണുവോളം ചെറുതാകുന്ന അവസ്ഥയാണ് അണിമയെങ്കിൽ അതിന്റെ എതിർപക്ഷം ആയിട്ടുള്ള മഹിമ എന്നുള്ള സിദ്ധിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ മഹിമ എന്നത് ഈ വിശ്വത്തോളം വലുതായ ഒരു ശരീരം ഉള്ളതായിട്ട് ഒക്കെ, ഇപ്പൊ ഹനുമാന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീകൃഷ്ണന്റെ വിശ്വ ദർശനം എന്നുള്ള ഒരു വീക്ഷണത്തിലുമൊക്കെ വഴി നമ്മളോട് പുരാണങ്ങൾ സംവദിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തോളം വലുതാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിന്റെ ആന്തരികാർത്ഥം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടത്. അത് ഞാൻ എന്ന പരിമിതിയിൽ നിന്ന് വിശ്വബോധത്തിലേക്ക് വികസിക്കുന്ന അവസ്ഥ എന്നാണ്. ഞാൻ എന്നുള്ളത് അഹത്തിന്റെ ബോധമാണ്. അപ്പൊ ഞാൻ എന്ന പരിമിതിയിൽ നിന്ന് വിശ്വബോധത്തിലേക്ക്, വിശ്വം എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എന്റെ ബോധം വികസിക്കുന്ന ഒരവസ്ഥ, ഇതാണ് മഹിമ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ നമ്മുടെ ജീവിതം ഞാൻ ബോധത്തിൽ എപ്പോഴും കുടുങ്ങി നിൽക്കാറുണ്ടല്ലേ. ഞാൻ ഇപ്പൊ എനിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളും അതെല്ലാം ഞാൻ എന്തിനു നോക്കണം, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തിനു നോക്കണം, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ കാര്യം ഞാൻ എന്തിനു ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും നിൽക്കാറുണ്ട്. പ്രത്യേകിച്ചും ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ കടന്നുപോയ കൺസ്യൂമറിസത്തിനകത്ത് ജീവിക്കുന്ന നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിപ്പോകുന്നുണ്ട്. അതായത് വ്യക്തികേന്ദ്രിത ജീവിതത്തിനകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഈ വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് സമാജം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുക ബുദ്ധിമുട്ടാണ്. അപ്പോ അവിടെ പരിമിതമായ ഒരു ചിന്താപദ്ധതി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. കാഴ്ചപ്പാടുകളെല്ലാം പരിമിതമായിരിക്കും. അവിടെ ഈ നമ്മള് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിക്കാർ ഈ അടുത്ത കാലത്ത് വേറൊരു മന്ത്രം ഇറക്കിയല്ലോ, ബ്രേക്ക് ദ ചെയിൻ എന്ന്. ആ വേർതിരിവിന്റെ ബോധം, കണ്ണി മുറിക്കാനുള്ള ബോധം നമുക്ക് ഇങ്ങനെ നിരന്തരം സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന്റെ ബന്ധങ്ങളിൽ നിന്നെല്ലാം ചുരുക്കി നമ്മളിപ്പോ ആണെങ്കിൽ മൊബൈലിലേക്കും കൂടെ ആയി. ആ വിശാലമായ ബോധത്തിന്റെ അഭാവമാണ് ഈ ഞാൻ എന്നുള്ള ബോധത്തിൽ തന്നെ ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പൊ ആധുനിക കാലത്ത് ഞാൻ എന്നുള്ള ബോധം പോലും പോയിട്ട് ഞാൻ പോലും ഇല്ല എന്ന ബോധത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. എങ്കിലും തൽക്കാലത്തേക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അഷ്ടസിദ്ധികൾ പറയുന്ന സമയത്ത് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് ചുരുങ്ങുന്നൊരവസ്ഥ, ഇതാണ് നമ്മൾ വർത്തമാനകാലത്തുള്ളത്. ആ ഞാൻ എന്നുള്ളത് ഏറ്റവും ചെറുതായി, ഒട്ടും വലിപ്പമില്ലാത്ത രീതിയിൽ ചെറുതായി പോകുന്നതാണ് അണിമയെങ്കിൽ ഈ മഹിമ എന്നുള്ള സിദ്ധി എന്താണ്? ഇത് അഷ്ടസിദ്ധികൾ രണ്ടാമത്തെയാണ്. അണിമ കഴിഞ്ഞിട്ടാണ് മഹിമ. അത് നമുക്ക് വികസിക്കാൻ കഴിയും. ഇപ്പോ ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടാകുന്നതോട്, വിവാഹം കഴിയുന്നതോടുകൂടി ഇണ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവളെയും കൂടെ കരുതണം എന്നുള്ളവരും 6 മാസത്തേക്ക് അത് പോകുള്ളത് കഴിയുമ്പോഴേക്കും അത് മാറും. പിന്നെ ഈ സാധനം ഉണരണമെങ്കിൽ അവളെ ഗർഭിണിയാവണം. അവള് ഗർഭിണിയാകുമ്പോൾ അവളും കൂടെ എന്റെ കൂടെ ഉള്ളതാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുറെ കൂടെ വിപുലപ്പെടും. കുഞ്ഞ് ഒരു വ്യക്തിയായി രൂപപ്പെടുമ്പോഴേക്കും ഈ അച്ഛൻ എന്നുള്ള വ്യക്തി, ഞാൻ ആണിനെ വെച്ചിട്ടാണ് പറയുന്നത്, പെണ്ണിന് അതിന് സമാനമായ ചില ചലനങ്ങളുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പൊ കയറുന്നില്ല. പെട്ടെന്ന് ഉദാഹരിക്കാൻ വേണ്ടി ആണിനെ പറയുന്നു. ആ അച്ഛൻ എന്നുള്ളൊരവസ്ഥയിൽ, ഒരു കുടുംബസ്ഥൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് അയാൾ മാറും. അപ്പോഴും ശ്രദ്ധിക്കണം, അണുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ചു വളർന്ന ഒരാള് അച്ഛനായി തീരുമ്പോഴും ഞാൻ കുടുംബസ്ഥനാണെന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ എന്റെ അച്ഛനമ്മയുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനാണ് ശ്രമിക്കുക. അത് ഈ വ്യക്തിപരതയുടെ ഒരു പ്രത്യേകതയാണ്. അതവിടെ ഇരിക്കട്ടെ. അത് നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. വേറെ ഒരു കോണ്ടെക്സ്റ്റില്ല, ഒരുപാട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ അത് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇപ്പോ
വ്യക്തിപരതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളില് അയാൾ ഈ ഞാൻ എന്ന് പറയുന്നത് വ്യക്തി എന്നുള്ള രൂപത്തിൽ നിന്നും കുടുംബം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ കുടുംബം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വികസിക്കുന്നു അയാളുടെ ബോധം. അയാൾ കുറെ കൂടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നു, കുറെ കൂടെ അയാളുടെ ബോധം വികസിക്കുന്നു. അയാൾ എന്ത് ചെയ്യുമ്പോഴും അത് അവയും കൂടെ ചേർത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയ ഇടുങ്ങിയ ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ ഇടവഴിയുടെ അവസാനം ഒരു കാറ് കിടക്കുന്നുണ്ട്. നമ്മളെ ഇടവഴി കൂടെ കയറിയിട്ട് കാറിനടുത്തേക്ക് എത്തി, കാറ് തുറന്ന് അതിനകത്തേക്ക് കയറുന്നു. ഇടുങ്ങിയ ഇടവഴിയിലൂടെ പോകുന്ന സമയത്ത് ആ ഇടവഴിയുടെ വലിപ്പത്തില് എവിടെയെങ്കിലും വീതി കുറവുണ്ടെങ്കിൽ നമ്മൾ ശരീരം ഒന്ന് ചരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പരിധി വെച്ചിട്ടാണ് നമുക്ക് പോകേണ്ടുന്ന വഴിയുടെ അളവ് കാണുക. അത് കാറിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ഡോർ അടച്ചു കഴിയുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം എന്നുള്ള കാറിന്റെ ശരീരത്തോളം വലുതാകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കും. പിന്നെ കാറിന് പോകാനുള്ള വഴിയുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ പോകുക. എന്റെ ശരീരത്തിന് പോകാൻ വഴിയുണ്ടോ എന്നുള്ളത് നോക്കില്ല. ഇതുപോലെ നമ്മൾ ബോധം ആ അളവിലേക്ക് വികസിക്കണം. കാറല്ല അവിടെ വികസിക്കുന്നത്. കാറിനകത്ത് കാർ ഓടിക്കുന്ന ഞാനുണ്ട്, കാർ എന്ന ശരീരത്തോളം ഞാൻ വലുതായി എന്ന ബോധമാണ് അവിടെ വികസിക്കുന്നത്. ആ വികാസത്തിന് പരിമിതിയുണ്ട്, കാർ എന്നുള്ള ലിമിറ്റ്. ഫാമിലിയിലേക്ക് വികസിക്കുന്ന വ്യക്തിക്ക് ഫാമിലി എന്നുള്ള ലിമിറ്റ് ഉണ്ട്. ആ പരിമിതമായിട്ടുള്ള ആ പരിധിയും കഴിഞ്ഞപ്പുറത്തേക്ക് പോകുന്ന അപരിമിതമായ വികാസത്തിന്റെ പ്രതീകമാണ് മഹിമ എന്ന് പറയുന്നത്. ശരിക്കും അത് ബോധത്തിന്റെ വിപുലീകരണമാണ്. വ്യക്തിപരതയിൽ നിന്നും വിശ്വപരതയിലേക്ക് ഉള്ള ഒരു വളർച്ചയാണ് മഹിമ എന്ന് പറയുന്നത്. അത് ഈ ഞാനെന്ന് നമ്മൾ പൊതുവിൽ സങ്കല്പിക്കുന്ന അതിരുകൾ ഉണ്ടല്ലോ, ഈ അതിരുകൾ ഇല്ലാണ്ടായി അതിരുകൾ കാണാതെ സീമയിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമ്മൾ വികസിക്കുന്നതാണ്. ഇതാണ് മഹിമ എന്ന് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മനുഷ്യനങ്ങോട്ട് മനസ്സിലാവാത്തത്? എന്തുകൊണ്ടാണ് അവൻ ചെറിയ ബോധത്തിൽ കുടുങ്ങി പോകുന്നത്? ഈ ഞാൻ എന്നുള്ളൊരവസ്ഥയ്ക്ക് ഇപ്പൊ നമ്മൾ ആത്മജ്ഞാനത്തിൽ പഠിച്ചു, ഞാൻ എന്നത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇത് എന്നുള്ള ചിന്തയുണ്ട്. ആ എന്റേത് എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ, എന്റെ വസ്തു, എന്റെ ശരീരം, എന്റെ പരിസരം, എന്റെ നാട് എന്ന് പറയുന്ന ആ എന്റെ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഈ എന്റെ എന്നുള്ള തിരിച്ചറിവ് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു പരിമിതി കൽപ്പിക്കുന്നുണ്ട്. ഈ പരിമിതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിർത്തികളാണ്. അതിർത്തികൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വ്യവസ്ഥകൾക്കും അതിരുണ്ടാകണം എന്നുള്ളത് വ്യവസ്ഥാ നിയമമാണ്, പ്രകൃതി നിയമമാണ്. എല്ലാ വ്യവസ്ഥകൾക്കും അതിരുണ്ടാവണം എന്നുള്ളത്. പക്ഷെ ഈ അതിരെന്നുള്ളത് സുരക്ഷാ മതിലാക്കി മാറ്റിയാലോ. ഇപ്പൊ എന്റെ ചർമ്മം എന്നുള്ളത് എന്റെ ശരീരത്തിന്റെ അതിരാണ്. അത് ശരീരത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിച്ചു നിർത്തുകയും സുരക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സുരക്ഷാ മതിലിന്റെ കട്ടി കൂടിയാലോ? അപ്പോ അഹത്തിന്റെ കട്ടി കൂടിക്കഴിഞ്ഞാൽ ആ സുരക്ഷാ മതിൽ എന്നുള്ള രീതിയിൽ അഹം വല്ലാതെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുരുങ്ങും. വേറെന്താണ് ഈ എനിക്ക് വേണം നേട്ടം നേടുന്നൊരവസ്ഥയുണ്ടല്ലോ, ലാഭചിന്ത എന്നുള്ളത്. വ്യക്തിപരമായി എനിക്ക് ലാഭം ഉണ്ടാകണം എന്നുള്ള ചിന്ത. അപ്പൊ എനിക്ക് ലാഭം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവയിൽ നിന്നും അത് മാറി നിൽക്കണം, എന്നാൽ മാത്രമേ എനിക്ക് മാത്രമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിനെ വേർതിരിച്ച് കാണുന്ന ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ ലാഭചിന്ത ഉണ്ടാവുക. സത്യത്തിൽ ഇത് അഹത്തിന്റെ പരിമിതിയാണ്. അഹം എന്നുള്ളത് പരന്നു കിടക്കേണ്ടുന്ന ഒരു ആവശ്യത്തിന് പകരം അതിന്റെ പരിമിതിയാണ്. അപ്പൊ വഴി കൂടെ പോകുമ്പോൾ ചില ആളുകൾ അപ്പുറത്തോ ഒക്കെ വീണ് കിടക്കുന്ന മുള്ളുവെല്ലാം കണ്ട് എടുത്ത് മാറ്റിയിടും. അയാളുടെ കാലിൽ കുത്തുന്നത് അതുകൊണ്ടല്ല, പക്ഷെ അതിന്റെ റെസ്പോൺസിബിലിറ്റി അയാൾ ഏറ്റെടുക്കും. കാരണം അയാൾ ഒരു സമൂഹ മനുഷ്യനാണ്. ചിലരുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല, അത് എന്റെ ഉത്തരവാദിത്തമല്ല, എന്റെ ദൗത്യമല്ല എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇത് അഹം എന്നുള്ളത് എവിടെ കുടുങ്ങി നിൽക്കുന്നു എന്നുള്ളതിന്റെ പരിമിതിയാണ്. അഹം വല്ലാതെ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇങ്ങനെ കുടുങ്ങി നിൽക്കും. ഈ മഹിമ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ അത് ഒരു തരം വല്ലാത്ത വിശാലതയാണ് സൃഷ്ടിക്കുന്നത്. അവിടെ നമ്മൾ ഈ അഹത്തിന്റെ പരിമിതികൾക്കപ്പുറത്തേക്കുള്ള വിശാലമായ കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. എന്റെ മാത്രം ലാഭം എന്നുള്ളതിന് പകരം പരസ്പര ആശ്രിതമായിട്ട് ഞാൻ വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ബന്ധങ്ങളെല്ലാം പരസ്പര ആശ്രിതങ്ങളാണെന്നുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ കാര്യങ്ങൾ വേണം എന്നുള്ളതല്ല, ഞാൻ അങ്ങനെ പരസ്പരാശ്രിതമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. മറ്റവിടെ വ്യക്തിപര ചിന്തയാണെങ്കിൽ ഇവിടെ സമൂഹപരമായ ചിന്തയാണ്, സമൂഹ കേന്ദ്രിതമായിട്ടുള്ള ഒരു വീക്ഷണമായിരിക്കും ഈ മഹിമയിൽ ഉണ്ടാവുക. മാത്രമല്ല എന്റെ ചുറ്റും മറ്റൊരു വ്യക്തിയായി നിൽക്കുന്നത് പോലും പ്രകൃതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ പ്രകൃതിയുമായിട്ടുള്ള ഏകതയുടെ ഒരു ബോധം ഈ മഹിമ എന്നുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഏകതാബോധമുള്ളവനാണ് മഹിമ ഉണ്ടാവുക.
ജീവിതത്തെ മൊത്തത്തിൽ സമഗ്രമായി കാണും. ജീവിതത്തിലെ എല്ലാ വസ്തുക്കളും, എല്ലാ സ്ഥലങ്ങളും, സന്ദർഭങ്ങളും എല്ലാം കൂടെ സ്ഥലകാല രൂപഭാവ ഭാവങ്ങൾക്ക് അതീതമായി ഇതിനെ സമഗ്രമായി കാണുവാനുള്ള വിശാലത ഉള്ളിൽ വന്നു ചേരുന്ന ഒരവസ്ഥയിലാണ് മഹിമയുണ്ടാവുക. ഒരു നദി ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒരു ഉറവയുണ്ടാവുന്നു, മരത്തിൽ തട്ടി ഘനീഭവിച്ച മേഘങ്ങൾ അവിടെ പെയ്യുന്നത് കൊണ്ടാണ് ആ ഉറവയുണ്ടാകുന്നത്. മഴ പെയ്യുന്നത് കൊണ്ടാണ് ഉറവയുണ്ടാകുന്നത്. പല ചെടികൾ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ആ നദി അവിടുന്ന് ഉറവയായിട്ട് തുറക്കുന്നു. അതിനുശേഷം അത് പല ഇടങ്ങളിലൂടെ പോകുന്നു. പല കാച്ച്മെന്റ് ഏരിയകളിൽ നിന്ന് വെള്ളം എടുക്കുന്നു. പല സ്ഥലങ്ങളിലെ പല കാര്യങ്ങളും അത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത് ഇതിങ്ങനെ വിപുലീകരിച്ച് അതിന്റെ സൈസ് ഇങ്ങനെ കൂടി അത് മറ്റേ കടലിലേക്ക് ചെന്ന് ചേരുന്നത് പോലെ, ഒരു വൃക്ഷം അതിന്റെ ചുറ്റുമുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് പോലെ അവിടെ ഒരു ഇക്കോസിസ്റ്റം, നമ്മൾ ഒരു ഇന്റർഡിപെൻഡൻസിന്റെ ഒരു ഇക്കോസിസ്റ്റം നമ്മൾ അവിടെ കണ്ടെത്തുകയാണ്. ഞാനും എന്റെ പറയുന്ന ചൊല്ലുണ്ടല്ലോ, ഞാനും എന്റെ ചക്കിയും പിന്നെ തട്ടാനും, കൊല്ലനും കൊല്ലത്തെയും തട്ടാനും. കൊല്ലം പറയുന്നതാണ് എന്റെ കൊല്ലത്തെയും തട്ടാനും മാത്രം മതി ലോകത്ത്. കാരണം കൊല്ലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്കൂത്തി മാറ്റി പണിയണം. അതുകൊണ്ട് അത് പണിയാനുള്ള തട്ടാനും കൂടെ വേണം. വേറെ ഒന്നും ലോകത്ത് വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ മാത്രമുള്ളതാണ് എന്റെ ഇക്കോസിസ്റ്റം എന്നൊരവസ്ഥയിൽ നിന്നും ലോകത്തിലെ സർവ്വ ഇക്കോസിസ്റ്റംസും തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസ് എന്നുള്ള ഒരു അവസ്ഥയിൽ സഹവർത്തിത്വം, സിംബയോസിസിലൂടെ നിലനിൽക്കുന്ന ഒരവസ്ഥ, എല്ലാമായിട്ട് ചേർന്ന് നിൽക്കണം, ഇഴുകി നിൽക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ അവസ്ഥ പ്രകൃതി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, മഹിമയുടെ പാഠമായിട്ട്, സമഗ്രതയുടെ പാഠമായിട്ട് പ്രകൃതി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ വിധത്തിലുള്ള സിംബയോസിസ് ആണ്, ഇക്കോസിസ്റ്റങ്ങൾ തമ്മിലുള്ള ഒരു തരം പരസ്പരാശ്രിതത്വമാണ്, പിന്നെ ഒരു നദിയെ പോലെ വിപുലപ്പെടുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് മഹിമ എന്ന് പറയുന്നത്. ഇതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് അതിനോട് ഹൃദയപൂർവമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. അപ്പോ നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞാൻ എന്നുള്ള ആ ഒരു പരിമിതി ഉണ്ട്. ആ പരിമിതിയെ അതിജീവിക്കണം, സ്വയം അതിജീവിക്കണം. നമ്മൾ അതിർത്തികളെ പൊളിച്ചു കളയാൻ വെച്ചാൽ അതിർത്തികൾ റെലവെന്റ് ആണ്, നമുക്കറിയാം. വ്യവസ്ഥകൾ നിൽക്കണമെങ്കിൽ അതിന് വേണം. ഈ അതിർത്തികളെ വികസിപ്പിക്കണം. ഞാൻ എന്നുള്ളതിന്റെ വേലി മാറ്റിക്കട്ടെ. ഈ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കുമ്പോൾ അയാളുടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ടാവില്ലേ? അച്ഛനായി കഴിയുമ്പോൾ ആ സർക്കിളൊക്കെ പൊളിഞ്ഞു പോകും. ഇയാൾ പൊളിക്കണമെന്ന് വിചാരിച്ച് പൊളിയുന്നതല്ല, മക്കള് വന്നതിന്റെ ഇടയിൽ കയറി മറിയുമ്പോൾ ഇതങ്ങ് മാറിപ്പോകും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. കുറച്ചുകൂടെ വിപുലപ്പെട്ട് കഴിഞ്ഞാലോ മറ്റുള്ളവരെ, ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ നമ്മൾ ആരെയും കെട്ടുന്ന സ്വഭാവമുള്ളവരായിരിക്കില്ല. മക്കൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിട്ടകളെല്ലാം തകർത്തു. കുറച്ച് കഴിയുമ്പോൾ മക്കളുടെ കൂട്ടുകാർ വരും, അവർ ഈ സിസ്റ്റത്തെ വീണ്ടും എടുക്കും. നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. വേണമെങ്കിൽ പറയാം, ഇതിനെ തല്ലി ഓടിക്കാം, പക്ഷെ നമ്മൾ നിൽക്കില്ല. അവരെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കും. ബന്ധങ്ങളെ നമ്മൾ നല്ല രീതിയിൽ വിപുലീകരിക്കാം. അത് നമ്മുടെ ഉള്ളിൽ ആ വിശാലത വളരുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അതിന് വിശാലമായിട്ടുള്ള അനുഭവ ബോധം വേണം. നമുക്ക് ഇവയോടെല്ലാം സ്നേഹം വേണം, ഉത്തരവാദിത്തം വേണം. ഈ ഒരു അളവിലേക്ക് വരുമ്പോൾ മാത്രമേ മഹിമയുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണം. ഹനുമാൻ ശരീരം വിശ്വത്തോളം വളർത്തി എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് സിംബോളിക്കായിട്ട് കാണിച്ചു തന്നതാണ്. യഥാർത്ഥത്തിലെ മഹിമ എന്ന് പറയുന്നത് ബോധത്തിന്റെ വികാസമാണ്. നാം നിൽക്കുന്ന ഇടത്ത് നിന്നും, നാം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും, നാം നിൽക്കുന്ന വീട്ടിൽ നിന്നും, നാം നിൽക്കുന്ന നാട്ടിൽ നിന്നും വികസിക്കുന്ന, എല്ലാത്തിലെയും പരിമിതിയില്ലാതെ എല്ലാത്തിലേക്കും വ്യാപിക്കുന്ന ഒരവസ്ഥ. ഇത് സത്യത്തിൽ ആവശ്യമല്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി പ്രതിസന്ധി ഉണ്ടാവുന്നതുകൊണ്ട് ഈ എൻവയോൺമെന്റൽ റേസിസം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. നമുക്ക് ഇപ്പോ കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര സ്ഥലത്താ പ്ലാസ്റ്റിക് വഴിയിലൊക്കെ കൊട്ടിവെച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് വേണം, പലതരം മാലിന്യങ്ങൾ കൊട്ടിവെക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കോഴിക്കടക്കാരൊക്കെ കൊണ്ട് കൊട്ടുന്നു എന്ന് പറയുന്നത് അത് ഒരു ഭാഗം. പക്ഷെ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വേസ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് വെളിയിലേക്ക് കൊട്ടു. ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രതിസന്ധികൾ മറ്റു പല രൂപത്തിലുണ്ട്. കാർബൺ പൊല്യൂഷൻ ഉണ്ട്, പലതരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് ചെയ്യണം. അത് പൗരത്വപരമായിട്ടുള്ള ഈ ഒരു ഉത്തരവാദിത്തമില്ലായ്ക, തിരിച്ചറിവില്ലായ്ക, ശ്രദ്ധയില്ലായ്ക എന്നുള്ളത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ?
ഇപ്പോഴും യുദ്ധം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അമേരിക്കയും ഒക്കെ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. എന്റെ വേലിയുടെ അതിരിൽ ഞാൻ യുദ്ധമാണ്, വേലി മാറ്റിക്കെട്ടണമെന്നതിനെ കുറിച്ച് യുദ്ധമാണ്. നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ടെങ്കിൽ ആ മരം അവിടെ നിൽക്കുന്നത് അടുത്ത വീട്ടുകാരന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ യുദ്ധം എന്നുള്ളത് വേർതിരിച്ച് കാണുന്ന വിഭജനം എന്നുള്ളൊരവസ്ഥ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്നിടത്ത് എനിക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഉണ്ടാവും, വിഭവങ്ങൾ ഉണ്ടാകണം. വിഭവങ്ങളെ ലഘൂകരിക്കലാണ് ഞാൻ എന്നുള്ള ജീവിയുടെ ജന്മദൗത്യങ്ങളിൽ ഒന്ന്. അതിനു പകരം ആ ജീവി ഇവിടെ ജീവിക്കുന്നതിന് പകരം ഈ പ്രദേശത്തെ വിഭവങ്ങളെ ചേർത്ത് ജീവിക്കുന്നതിന് പകരം ഞാൻ മറ്റുള്ളവയുടെ വിഭവങ്ങളെ, മറ്റുള്ള വിഭവങ്ങളുള്ള സ്ഥലങ്ങളെ ഞാൻ എടുക്കുകയും അതിനെ ഞാൻ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ. പിന്നെ ഇപ്പോ നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരുന്നു. വികസനം കൊണ്ടുവരിക എന്ന് വെച്ചാൽ എവിടെ നിന്നോ കയറി വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. മനുഷ്യനെ മാത്രമേ നോക്കുള്ളൂ, മറ്റ് ജീവജാലങ്ങൾ വിഷയമല്ല. ഈ മനുഷ്യകേന്ദ്രത എന്ന് പറയുന്നത് എന്താണ്? എലീറ്റുകളും മിഡിൽ ക്ലാസും, ഹൈ ക്ലാസും മിഡ് ക്ലാസും ലോ ക്ലാസ് പോലും അതിന്റെ ഭാഗമല്ല. ഇത് എൻവയോൺമെന്റൽ റേസിസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവരെ മാത്രം നോക്കിക്കൊണ്ടുള്ള വികസനം. സത്യത്തിൽ നമുക്കൊരു വിശാല ബോധത്തിന്റെ ആവശ്യകതയുണ്ട്. ഈ പാരിസ്ഥിതിക പ്രതിസന്ധികൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശാലമാകാൻ കഴിയണം, മനസ്സുകൊണ്ട് വിശാലമാകാൻ കഴിയണം. യുദ്ധങ്ങളില്ലാതാവണം. യുദ്ധം എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, നമ്മുടെ അതിരിലുള്ള യുദ്ധം, നമ്മുടെ ഞാനും എന്റെ ഇണയും തമ്മിലുള്ള യുദ്ധം, ഞാനും എന്റെ അയൽക്കാരും തമ്മിലുള്ള യുദ്ധം, ഞാനും തമ്മിലുള്ള യുദ്ധം. ഇതിൽ നമ്മുടെ മനസ്സൊന്ന് വികസിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവയെ ചൂഷണം ചെയ്യാതിരിക്കാൻ നമുക്ക് വികാസം ഉണ്ടാകേണ്ടതുണ്ട്. ഈ മഹിമ എന്ന് പറയുന്ന ആ ബോധവികാസം സത്യത്തിൽ ലോകത്തിന്റെ ഒരു പ്രധാന ആവശ്യമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ മഹിമ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ നവഗോത്ര സമൂഹത്തിലെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് വേണ്ടത് പ്രകൃതിയിലെല്ലാം വികസിച്ചും പരസ്പര ബന്ധിതമായും സിംബയോട്ടിക് ആയിട്ട്, അതായത് സഹവർത്തിത്വ സ്വഭാവത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിരീക്ഷിക്കണം, പ്രകൃതിയെ നല്ലപോലെ നിരീക്ഷിക്കണം. പ്രകൃതി നിരീക്ഷിക്കാൻ വെച്ചാൽ ഇങ്ങനെ മലയുടെ മണ്ടയിൽ പോയിട്ട് ബൈനോക്കുലർ ഇട്ട് നോക്കുന്നതല്ല നിരീക്ഷണം. പ്രകൃതിയിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് അത് കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെടണം. ഈ പ്രകൃതിയുടെ ആ ഒരു അവസ്ഥ കുറയ്ക്കണം. വ്യക്തിപരത, ഞാൻ 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 എന്നുള്ള നമ്മുടെ ആ ഒരു മന്ത്രണമുണ്ടല്ലോ, നമ്മൾ എന്ത് കാര്യത്തിനും ഞാൻ ഓറിയന്റഡ് ആയിട്ടുള്ള, എന്റെ കംഫർട്ട്, എന്റെ സൗഖ്യം, എന്റെ ലീഡ്, ഇതൊക്കെയാണ് എനിക്ക് മുഖ്യമെന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് പതുക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ അത് ആദ്യം നിരീക്ഷിക്കണം. നിരീക്ഷിച്ച് അതെന്തെന്ന് ബോധ്യം വന്ന് പതുക്കെ എന്റെ ഇന്റൻസിറ്റി കുറച്ചു വരാം. ഈ ഞാനിൽ നിന്ന് വെളിയിൽ പോകണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് എന്റെ ശരീരത്തിന് വെളിയിലുള്ള ശരീരത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. എന്റെ ശരീരത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ വെളിയിലുള്ള ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ആ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ സേവനം ചെയ്യുക എന്ന് പറയുന്നത്. അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എമ്പതി ഉണ്ടാവണം, അല്ലെങ്കിൽ കമ്പാഷൻ ഉണ്ടാവണം, കരുണ ഉണ്ടാവണം. അത് ഉണർന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ വിശാലതയിലേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബാഹ്യമായ ഇടങ്ങളിൽ ഉള്ള സത്തകൾക്ക് സേവനം ചെയ്യുക, അവയും കൂടെ ചേർത്തിണക്കി വിശാലമായി ചിന്തിക്കുക. ഇതിന്റെ ആ ഒരു അളവ് നമുക്ക് നമ്മളിങ്ങനെ റെഗുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മളിങ്ങനെ കുരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ അതിനെ പൊട്ടിക്കാനായിട്ട് നമ്മൾ അകത്ത് ചെന്നിട്ട് അവിടെ ഒരു ചെറിയ എന്താ പറയാ, അഹം ഇല്ലാത്തതിന്റെ ഒരു പരിശീലനം കൂടി ചെയ്യാം. സാധാരണ രീതിയിൽ അതിന് ധ്യാനം എന്നൊക്കെ പറയും. ധ്യാന പരിശീലനം ചെയ്യും. ഈ വിധത്തില് നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ മഴ ക്യാമ്പുകൾ അല്ലെങ്കിൽ ഇക്കോ സ്പിരിച്വൽ സഹവാസങ്ങളൊക്കെ വനത്തിൽ വെച്ച് നടത്തുന്നത്. വനത്തോട് അടുത്തുള്ള പ്രദേശത്തിൽ വനത്തിൽ കുറെ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വനത്തിൽ കയറല് നിയമപരമായിട്ട് വലിയ കുരുക്കുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിന് പാകത്തിൽ നമ്മൾ അനുമതിയോടുകൂടി വനത്തിന്റെ സഹായത്തോടുകൂടി കാട്ടിൽ കയറാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തുറന്നു വയ്ക്കുന്നു. നമ്മുടെ പരിശീലനങ്ങളെല്ലാം തന്നെ വ്യക്തിപരത കുറയ്ക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ളത്, ചിന്തയുടെ വിശാലത കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പ്രകൃതി എന്നുള്ള സംവിധാനം എങ്ങനെ നിൽക്കുന്നു, ആ നെസ്റ്റഡ് ഹൈറാർക്കി എന്താണ്, നെറ്റ്വർക്ക് പാറ്റേൺ എന്താണ്, അങ്ങനെയുള്ള പ്രകൃതിയുടെ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്, അവയുടെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെ അറിഞ്ഞ് അത് സംവിധാനം ചെയ്യാൻ പാകത്തിലാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ആയിക്കഴിയുമ്പോഴാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ സമാജത്തിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ സമാജത്തിൽ മാറ്റം ഉണ്ടായി, നമ്മുടെ വീട്ടിലും സമാജത്തിലും മാറ്റം ഉണ്ടായിക്കഴിയുമ്പോൾ ലോകത്ത് മാറ്റം ഉണ്ടാവും. അല്ലാതെ ലോകം മാറണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ലോകത്ത് ഈ കാര്യങ്ങളെല്ലാം ബാലൻസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ വികസിക്കണം, നമ്മുടെ മഹിമ വർദ്ധിക്കണം. ആ മഹത്വം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുപോലെ മഹിമ വർദ്ധിക്കണമെങ്കിൽ ഞാൻ എന്നുള്ളത്
പ്രപഞ്ചത്തോളം വലിയ ഒരു ബോധമായി മാറണം. ഒരു രാജാവിന്റെ കസേരയിൽ ഇരിക്കുന്നത്, ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് പോലെയല്ല രാജാവിന്റെ കസേരയിൽ ഇരിക്കുന്നത്. രാജാവിന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ നിയുക്തനാകുന്നതിന് മുമ്പ് തന്നെ അയാളുടെ രാജ്യത്തോളം അയാളുടെ ശരീരത്തെ വലുതാക്കും. ഹനുമാൻ വലുതാക്കിയ പോലെ വലുതാക്കല്ല, ബോധത്തെ വലുതാക്കും. അതിന്റെ അതിരിൽ ഒരു കുഞ്ഞു പോലും ഉറങ്ങിയാലേ അവർക്ക് ഉറങ്ങാൻ പറ്റൂ എന്നുള്ളതാണ് രാജധർമ്മം. അത് മന്ത്രിധർമ്മമല്ല കേട്ടോ. ഈ പ്രധാനമന്ത്രി ധർമ്മം, പ്രസിഡന്റ് ധർമ്മം, ഇലക്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ധർമ്മം വരും. ഈ മഹിമ ഉണ്ടാകുന്നത് ഈ ബോണായിട്ട് അത്തരത്തിൽ ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധിയാണ്. ആ സിദ്ധിയാണ് നമ്മൾ ഇവിടെ കൈവരിക്കണമെന്ന് വിചാരിക്കും. നമ്മുടെ സാധനകളിലൂടെ നമ്മൾ പോകണമെന്ന് പറയുന്ന ഇടം അതാണ് മഹിമ. നമ്മൾ ആത്മസാധനകൾ ചെയ്യുന്നതോടും നമ്മൾ ആത്മത്തിലേക്ക് കൂടുതൽ ഇറുകി ചെറുതായി വരും എന്നുള്ളൊരു ധാരണ പലർക്കും ഇല്ല. അത് വിശാലത സൃഷ്ടിക്കും. എങ്ങനെയാണെങ്കിൽ അത് അകത്ത് ഈ പ്രപഞ്ചത്തിന്റെ നിർധരണയുണ്ട്, പ്രപഞ്ചത്തെ മൊത്തം വിതരണം ചെയ്തിരിക്കുന്ന നിർധരണയുണ്ട്. അതിനെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന സമയത്ത് ഈ വിശാലത നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ പ്രകൃതിയുമായി ചേർന്നിണങ്ങി നിങ്ങളുടെ മഹിമ വർദ്ധിപ്പിക്കുവാൻ തയ്യാറായിരിക്കുക. അടുത്ത ലക്ഷ്യമയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.